നമസ്കാരം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം നിയമസഭയിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുപോലെ തന്നെ ഭരണകൂട ഭീകരതയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാക്കളിൽ ഒന്ന് രണ്ട് പേര് ഡെസ്കിൽ ചാടി കയറാൻ ശ്രമിച്ചതിൻ്റെ ഒരു വീഡിയോസൊക്കെ കണ്ടതിനെപ്പറ്റി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെപ്പറ്റി പാർലമെൻ്ററി കാര്യമന്ത്രി എം.പി. രാജേഷിൻ്റെ ഒരു പ്രസ്താവന കാണാനിടയായി. എന്തായാലും അത്ഭുതപ്പെട്ടു പോകുന്നു എം.പി. രാജേഷിൻ്റെ ഭാഗത്ത് നോക്കി ഇങ്ങനെ ഒരു പ്രസ്താവന വരുമ്പോൾ. എം.പി. രാജേഷ് പറയുന്നത് ഈ പ്രതിപക്ഷ നേതാക്കളൊക്കെ ഹൈ ജമ്പ് മത്സരത്തിന് പോയിരുന്നുവെങ്കിൽ, ഒളിമ്പിക്സിലൊക്കെ പോയിരുന്നെങ്കിൽ ഭയങ്കരമായ മെഡൽ കിട്ടുമായിരുന്നു എന്നൊക്കെയാണ് പ്രസ്താവിച്ചു വിടുന്നത്. ആ ചാടിക്കയറിയ അംഗം വല്ല ഹൈ ജമ്പിന് പോയിരുന്ന് പണ്ടേ പരിശീലിച്ചിരുന്നെങ്കിൽ ഇതിനൊക്കെ വലിയ ഗുണമുണ്ടാവുമായിരുന്നു, നാടിന് വലിയ ഗുണമുണ്ടാവുമായിരുന്നു. സർ, അങ്ങനെയല്ലേ ചാടിക്കയറിയത്? എം.പി. രാജേഷ് ഓർക്കുന്നുണ്ടോന്നറിയില്ല, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കെ.എം. മാണി സാർ അന്ന് ധനകാര്യമന്ത്രിയായിട്ടിരുന്ന സന്ദർഭത്തിൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ അന്ന് പ്രതിപക്ഷമായിരുന്ന ഈ നമ്മുടെ ശിവൻകുട്ടി മന്ത്രി, ഇപ്പോഴത്തെ ശിവൻകുട്ടി മന്ത്രി ഉൾപ്പെടെ അന്ന് നിയമസഭയെ കാട്ടിക്കൂട്ടിയ ആഭാസങ്ങളും ചാട്ടങ്ങളും ഒക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയകളെ കിടന്ന് ഓടുന്നുണ്ട്. വല്ലപ്പോഴും അതൊക്കെ ഒന്ന് കാണുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ആ ചാട്ടങ്ങളിലൊക്കെ ഒരു 10-1 പോലും വരുമോ? ഇന്നലെ പ്രതിപക്ഷം ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ ആ പ്രതിഷേധ പ്രകടനങ്ങൾ, അതായത് നിങ്ങളന്ന് പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നും ഇല്ലാതെയാണ് അത്രയും വലിയ ആക്രോശങ്ങൾ നടത്തിയത്. അതായത് കോഴമാണിയെ കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കരുത് എന്നുള്ളതായിരുന്നു പ്രത്യേകമായിട്ട് അന്നുണ്ടായിരുന്ന ഒരു മുദ്രാവാക്യം. അതായത് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന കെ.എം. മാണി ബാർക്കോഴ കേസിനകത്ത് പ്രതിയായിട്ട് വരുന്നു എന്നുള്ളൊരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് അത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സംഭവം അതാണ്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ എത്രയോ ഗൗരവം കൂടിയ വിഷയത്തിലാണ് പ്രതിപക്ഷം ഇത്രയും ശക്തമായൊരു നിലപാടെങ്കിലും എടുത്തത്. എന്നിട്ട് പോലും അന്ന് നിങ്ങൾ കാട്ടിയതിൻ്റെ 4-1 പോലും കാണിക്കാതിരുന്നപ്പോൾ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഒരു സംഭവമായിട്ട് കാണുന്നു. അതായത് എന്താ പറയുക, ഇപ്പം ഈ സ്ത്രീ പീഡന കേസിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ നിങ്ങളുടെ. അപ്പോൾ സ്ത്രീ പീഡന കേസിൽ പിണറായി വിജയനിലെ സ്ത്രീ പീഡനം എല്ലാം തീവ്രത അളക്കുമ്പോൾ വളരെ കുറഞ്ഞ തീവ്രതയും, അപ്പുറത്തുള്ളവരുടെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അതിന് തീവ്രത വളരെ ഹൈ ആയിട്ടും കാണുന്ന അതേ ഒരു മാനദണ്ഡം ഈ നിയമസഭ നടക്കുന്ന ഇത്തരം സംഭവങ്ങളിലും അങ്ങനെ ഒരു തീവ്രത അളക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എം.പി. രാജേഷിൻ്റെ ഒരു പ്രസ്താവനയൊക്കെ കണ്ടപ്പോൾ. എന്തായാലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം വളരെ സിമ്പിളായിട്ട് കാണാനുള്ള ആ ഒരു മനസ്ഥിതി. എം.പി. രാജേഷേ, ഇവിടെ ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട്. നിങ്ങളൊക്കെ എപ്പോഴും പ്രസംഗത്തിലൂടെ പറയാറുണ്ടല്ലോ, ജനങ്ങൾക്കെല്ലാം അറിയാം, ജനങ്ങൾക്ക് വിവരമുള്ള ജനങ്ങളാണെന്ന്. ജനങ്ങൾ വലിയ വിവരമില്ലെങ്കിൽ ജനങ്ങൾക്ക് സാമാന്യ വിവരം ഉണ്ടെന്നുള്ളതെങ്കിലും എം.പി. രാജേഷിനെ പോലുള്ളവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതൊന്ന് പറയാനായിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.